സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച ന്യൂഡൽഹിയിൽ തുടങ്ങുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അയർലൻഡും ബ്രിട്ടനും സന്ദർശിക്കും. അടുത്ത മാസം 3 മുതൽ 9 വരെ തീയതികളിലാകും സന്ദർശനമെന്നാണ് ഉന്നത കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡബ്ലിൻ സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമുള്ള അയർലൻഡിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ ഉന്നതതല സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് സന്ദർശനം. വ്യാപാരവും സാങ്കേതിക സഹായവുമാണ് ഡബ്ലിനിലെ ജയശങ്കറിന്റെ യോഗങ്ങളുടെ കേന്ദ്രബിന്ദുവെന്ന് ഉന്നത കേന്ദ്രങ്ങൾ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുള്ളിൽ ഒരു വ്യാപാര പങ്കാളി എന്ന നിലയിൽ അയർലൻഡിന് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാരം ഏകദേശം 16 ബില്യൺ യൂറോയായി വർദ്ധിച്ചിരുന്നു. ഇന്ത്യ അയർലൻഡ് സംയുക്ത സാമ്പത്തിക കമ്മീഷൻ പ്രഖ്യാപനവും സന്ദർശന വേളയിലുണ്ടായേക്കും. നോർത്തേൺ അയർലൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ഈ സന്ദർശനത്തിൽ നടക്കുമെന്നാണ് സൂചന. ബർമിംഗ്ഹാമിലും എഡിൻബർഗിലുമാണ് നിലവിൽ ഇന്ത്യക്ക് കോൺസുലേറ്റുകൾ ഉള്ളത്. വിപ്രോ, TCS, ഇൻഫോസിസ് എന്നിവയുൾപ്പെടെ വിവിധ ഇന്ത്യൻ കമ്പനികൾ യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിനായി അയർലൻഡിനെ താവളമാക്കിയിട്ടുണ്ട്. മെച്ചപ്പെട്ട വ്യാപാര നിക്ഷേപം ഉൾപ്പെടെ ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം വിഭാവനം ചെയ്യുന്നതിനാണ് 2023 അവതരിപ്പിച്ച അയർലൻഡിന്റെ പുതുക്കിയ ഏഷ്യ പസഫിക് സ്ട്രാറ്റജി. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ചർച്ചകൾ നടക്കുക. അയർലൻഡിലെ ഇന്ത്യൻ വംശജരുടെ എണ്ണം സമീപകാലത്ത് 80,000-ആയി വർദ്ധിച്ചിരുന്നു. 40,000 NRIകളും 10,000 വിദ്യാർത്ഥികളും ഉൾപ്പെട്ടതാണ് ഈ കണക്ക്. ഈ പശ്ചാത്തലത്തിൽ സാംസ്കാരിക ബന്ധങ്ങൾ കൂടി ശക്തമാക്കുവാൻ ഇരുപക്ഷത്തും ശ്രമമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയയ്ക്ക് പുറമെ പ്രധാനമന്ത്രി സ്റ്റാർമറെയും ജയശങ്കർ കാണുമെന്ന് സൂചനയുണ്ട്. യുക്രൈനിലെ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട US-ലെ ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ യൂറോപ്പിലെ നയതന്ത്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിവാദവും ചൂടേറിയ ചർച്ചയുമാകുന്ന സമയത്താണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനമെന്നത് പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നതായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. യൂറോപ്പിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യ നയം വ്യക്തമാക്കുന്നതിനുള്ള അവസരം കൂടിയാകുമെന്നതാണ് കരുതുന്നത്. വ്യാപാര ചർച്ചകൾ തുടരുന്നതിനും സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിനുമായുള്ള മറ്റ് മേഖലകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുമുള്ള അവസരമാകും ജയശങ്കറിന്റെ സന്ദർശനമെന്നും വിലയിരുത്തപ്പെടുന്നു.